ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പ്രതി തസ്ലീമയുടെ ഫോണിൽ നിന്നും ഷൈൻ ടോം ചാക്കോയുമായുള്ള ചാറ്റ് നീക്കിയ നിലയിൽ ശ്രീനാഥ് ഭാസിയുമായുള്ള ചാറ്റ് വീണ്ടെടുത്തു. ശ്രീനാഥ് ഭാസിയുമായി ചാറ്റ് ചെയ്തത് അറസ്റ്റിലാകുന്നതിന് 2 ദിവസം മുമ്പാണ്. 2017 സ്വർണ്ണക്കടത്ത് കേസിലും ഡൽഹിയിൽ വെച്ച് തസ്ലീമ പിടിയിലായിരുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയാണ് എക്സൈസിനുള്ളത്. തസ്ലീമ സുൽത്താനയുടെ ഫോണിലെ ഡാറ്റകളും വാട്സാപ്പ് ചാറ്റുകളും ശാസ്ത്രീയ പരിശോധനയിലൂടെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. മോഡലുകൾ അടക്കമുള്ള ഒട്ടേറെ സ്ത്രീകളുടെ ചിത്രങ്ങൾ ഫോണിൽ നിന്നും കണ്ടെടുത്തു. ഷൈൻ ടോം ചാക്കോയുടെ ചാറ്റ് ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. നടൻ ശ്രീനാഥ് ഭാസിയോട് ഹൈബ്രിഡ് വേണമോ എന്ന് ചാറ്റിൽ ചോദിക്കുന്നുണ്ട്. വെയിറ്റ് എന്ന ശ്രീനാഥ് ഭാസിയുടെ മറുപടി. അറസ്റ്റിലാകുന്നതിന് 2 ദിവസം മുമ്പാണ് തസ്ലീമ ശ്രീനാഥ് ഭാസിയുമായി ചാറ്റ് ചെയ്തത്. തസ്ലീമയുമായി ബന്ധമുണ്ടെന്ന് ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം പോലീസിനോട് സമ്മതിച്ചിരുന്നു. തസ്ലീമ മെസ്സേജ് അയച്ചിരുന്നുവെന്ന് നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലും സൂചിപ്പിച്ചിരുന്നു. പിടികൂടിയ 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൂടാതെ 3 കിലോ കൂടി തസ്ലീമ എറണാകുളത്ത് എത്തിച്ചു എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇത് ആർക്കൊക്കെ കൈമാറിയെന്നറിയാൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വിശദാംശങ്ങൾ തസ്ലീമ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചു. ഡൽഹിയിൽ നിന്ന് സ്വർണം കടത്തുന്നതിനിടെയാണ് 2017 തസ്ലീം ആദ്യമായി പിടിയിലാകുന്നത്. 5 ദിവസത്തോളം തിഹാർ ജയിലിൽ കിടന്നു. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരുമായി ലഹരി വിൽപ്പനയ്ക്ക് അപ്പുറമുള്ള അടുത്ത ബന്ധമുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി. താരങ്ങൾക്ക് ഈ ആഴ്ച തന്നെ എക്സൈസ് നോട്ടീസ് നൽകും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യ സൂത്രധാരൻ സുൽത്താൻ എക്സൈസ് അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. 24 ആലപ്പുഴ.